ഓം ശാന്തി. 10, 12, 20. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനം തന്നെയാണ് മഹാദാനം. ഈ ദാനത്തിലൂടെ തന്നെയാണ് രാജപദം പ്രാപ്തമാകുന്നത്. അതിനാൽ മഹാദാനിയാകൂ. ചോദ്യം: ഏതു കുട്ടികൾക്ക് സർവീസിൻ്റെ താല്പര്യം ഉണ്ടായിരിക്കുമോ അവരുടെ മുഖ്യ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: അവർക്ക് പഴയ ലോകത്തിൻ്റെ അന്തരീക്ഷം തികച്ചും നല്ലതായി തോന്നുകയില്ല. അവർക്ക് വളരെ പേരുടെ സേവനം ചെയ്ത് തനിക്ക് സമാനമാക്കുന്നതിൽ തന്നെയായിരിക്കും സന്തോഷമുണ്ടാവുന്നത്. അവർക്ക് പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും തന്നെയാണ് വിശ്രമം വരുന്നത്. മനസ്സിലാക്കിച്ച് തൊണ്ട കേടായാൽ പോലും സന്തോഷത്തിലിരിക്കും. അവർക്ക് ആരുടെയും സ്വത്ത് ആവശ്യമില്ല. അവർ ആരുടെയും പ്രോപ്പർട്ടിക്ക് പിന്നാലെ തൻ്റെ സമയം പാഴാക്കുകയില്ല. അവരുടെ മോഹത്തിൻ്റെ ചരടുകൾ എല്ലാ ഭാഗത്തു നിന്നും മുറിഞ്ഞിട്ടുണ്ടാകും. അവർ ബാബയ്ക്ക് സമാനം ഉദാരചിത്തരാകും. അവർക്ക് സേവനമല്ലാതെ മറ്റൊന്നും മധുരമായി തോന്നുകയില്ല. ഗീതം: ഓം നമഃ ശിവായ. ഓം ശാന്തി. ആരുടെ മഹിമയാണോ കേട്ടത്, ആ ആത്മീയ പിതാവിരുന്ന് കുട്ടികളെ പാഠം പഠിപ്പിക്കുന്നു. ഇത് പാഠശാലയാണല്ലോ. നിങ്ങളെല്ലാവരും ഇവിടെ ടീച്ചറിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് സുപ്രീം ടീച്ചർ. ഈ ഒന്നിനെ പരംപിതാവ് എന്നും പറയുന്നു. പരംപിതാവ് എന്ന് ആത്മീയ പിതാവിനെ തന്നെയാണ് പറയുന്നത്. ലൗകിക പിതാവിനെ ഒരിക്കലും പരംപിത എന്ന് പറയില്ല. നിങ്ങൾ പറയും, ഇപ്പോൾ നമ്മൾ പാരലൗകിക പിതാവിൻ്റെ അടുക്കിലിരിക്കുന്നു. ചിലർ ഇരിക്കുകയാണ്, ചിലർ അതിഥിയായി വരുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പരിധിയില്ലാത്ത പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുന്നു, സമ്പത്ത് നേടുന്നതിനായി. അപ്പോൾ ഉള്ളിൽ എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്. മനുഷ്യരാണെങ്കിൽ പാവങ്ങൾ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ലോകത്തിൽ എല്ലാവരും പറയുന്നു, ലോകത്തിൽ ശാന്തി ഉണ്ടാകണമെന്ന്. പാവങ്ങൾക്ക് ശാന്തി എന്തു വസ്തുവാണ് എന്നറിയില്ല. ജ്ഞാനത്തിൻ്റെ സാഗരവും ശാന്തിയുടെ സാഗരവുമായ ബാബ തന്നെയാണ് ശാന്തി സ്ഥാപിക്കുന്നവൻ. നിരാകാരി ലോകത്തിലാണെങ്കിൽ ശാന്തി തന്നെയാണുള്ളത്. ഇവിടെ നിലവിളിക്കുന്നു, ലോകത്തിൽ ശാന്തി എങ്ങനെ ഉണ്ടാകും എന്ന്. ഇപ്പോൾ പുതിയ ലോകമാകുന്ന സത്യയുഗത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ധർമ്മമായിരുന്നു. പുതിയ ലോകത്തെ പാരഡൈസ് എന്നും ദേവതമാരുടെ ലോകം എന്നും പറയുന്നു. ശാസ്ത്രങ്ങളിൽ ചിലയിടങ്ങളിൽ അശാന്തിയുടെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ദ്വാപരത്തിൽ കംസൻ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു. പിന്നെ ഹിരണ്യകശിപുവിനെ സത്യയുഗത്തിൽ കാണിക്കുന്നു. ത്രേതായിൽ രാവണന്റെ കോലാഹലം. എല്ലാ സ്ഥാനത്തും അശാന്തി കാണിച്ചിരിക്കുന്നു. മനുഷ്യർ പാവങ്ങൾ എത്ര ഘോര അന്ധകാരത്തിലാണ്. പരിധിയില്ലാത്ത ബാബയെ വിളിക്കുന്നുമുണ്ട്. എപ്പോഴാണോ ഗോഡ് ഫാദർ വരുന്നത്, അപ്പോഴാണ് ആ ഒന്ന് വന്ന് ശാന്തി സ്ഥാപിക്കുന്നത്. ഗോഡിനെ പാവങ്ങൾ അറിയുന്നതേയില്ല. ശാന്തി ഉണ്ടായിരിക്കുന്നത് തന്നെ പുതിയ ലോകത്തിലാണ്, പഴയ ലോകത്തിൽ ഉണ്ടായിരിക്കുന്നില്ല. പുതിയ ലോകം സ്ഥാപിക്കുന്നവൻ ബാബ തന്നെയാണ്. വന്ന് പീസ് സ്ഥാപിക്കൂ എന്ന് ആ ഒന്നിനെ തന്നെയാണ് വിളിക്കുന്നത്. ആര്യ സമാജികളും ശാന്തി ദേവ എന്ന് പാടുന്നുണ്ട്. ബാബ പറയുന്നു, ആദ്യത്തേത് പവിത്രതയാണ്. ഇപ്പോൾ നിങ്ങൾ പവിത്രമായി കൊണ്ടിരിക്കുന്നു. അവിടെ പവിത്രതയുമുണ്ട്, പീസുമുണ്ട്, ഹെൽത്ത്, വെൽത്ത് എല്ലാമുണ്ട്. ധനമില്ലെങ്കിൽ
മനുഷ്യർ വിഷമിച്ചു പോകുന്നു. നിങ്ങൾ ഇവിടെ വരുന്നത് ഈ ലക്ഷ്മി നാരായണനെ പോലെ ധനവാനാകാനാണ്. ഇവർ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നുവല്ലോ. നിങ്ങൾ വന്നിരിക്കുന്നത് വിശ്വത്തിൻ്റെ അധികാരിയാകുവാനാണ്. എന്നാൽ എല്ലാവരുടെയും ബുദ്ധി നമ്പർമാരാണ്. ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രഭാത പ്രദക്ഷിണം നടത്തുമ്പോൾ ഒപ്പം ലക്ഷ്മി നാരായണൻ്റെ ചിത്രം തീർച്ചയായും എടുക്കണം. ഇങ്ങനെയുള്ള യുക്തി രചിക്കൂ. ഇപ്പോൾ കുട്ടികളുടെ ബുദ്ധി പവിഴ ബുദ്ധി ആകേണ്ടതുണ്ട്. ഈ സമയം തമോ പ്രധാനത്തിൽ നിന്നും രജോ വരെയുമാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സതോയിലേക്കും സതോ പ്രധാനം വരെയും പോകണം. ആ ശക്തി ഇപ്പോഴില്ല, ഓർമ്മയിലിരിക്കുന്നില്ല. യോഗബലത്തിൻ്റെ വളരെയധികം കുറവുണ്ട്. പെട്ടെന്ന് സതോ പ്രധാനമാകുവാൻ സാധിക്കില്ല. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് ഏതൊരു മഹിമയാണോ ഉള്ളത്, അതാകട്ടെ ശരിയാണ്. നിങ്ങൾ ബ്രാഹ്മണരായിരിക്കുന്നു, അപ്പോൾ ജീവൻ മുക്തമായി കഴിയുക തന്നെ ചെയ്തു. പിന്നെ ജീവൻ മുക്തിയിലും സർവോത്തമവും മധ്യമവും കനിഷ്ഠവും ഉണ്ടായിരിക്കുന്നു. ആരാണോ ബാബയുടേതാകുന്നത്, അപ്പോൾ ജീവൻ മുക്തി തീർച്ചയായും ലഭിക്കുന്നു. ബാബയുടേതായ ശേഷം പിന്നെ ബാബയെ ഉപേക്ഷിക്കുന്നു എങ്കിലും ജീവൻ മുക്തി തീർച്ചയായും ലഭിക്കും. സ്വർഗത്തിലെ തൂപ്പുകാരായി മാറും. സ്വർഗത്തിലേക്ക് പോകും. ബാക്കി പദവി കുറഞ്ഞതായിരിക്കും ലഭിക്കുക. ബാബ അവിനാശി ജ്ഞാനം നൽകുന്നു. അത് ഒരിക്കലും വിനാശമാകുന്നില്ല. കുട്ടികളുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ വാദ്യം മുഴങ്ങേണ്ടതാണ്. ഈ നിലവിളികൾ ഉണ്ടായതിനു ശേഷം പിന്നെ ആഹാ ആഹാ എന്നതുണ്ടാകണം. നിങ്ങളിപ്പോൾ ഈശ്വരീയ സന്താനമാണ്, പിന്നെ ദേവതാ സന്താനമാകും. ഈ സമയം നിങ്ങളുടെ ഈ ജീവിതം വജ്രതുല്യമാണ്. നിങ്ങൾ ഭാരതത്തിൻ്റെ സർവീസ് ചെയ്ത് ഭാരതത്തെ പീസ്ഫുൾ ആക്കി മാറ്റുന്നു. അവിടെ പവിത്രത, സുഖം, ശാന്തി എല്ലാം ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ ഈ ജീവിതം ദേവതമാരേക്കാൾ ഉയർന്നതാണ്. ഇപ്പോൾ നിങ്ങൾ രചയിതാവായ ബാബയെയും സൃഷ്ടിചക്രത്തെയും അറിയുന്നു. ഈ ഉത്സവങ്ങൾ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ അത് പരമ്പരയായി തുടർന്നു വരുന്നു എന്ന് പറയുന്നു. പക്ഷേ എപ്പോൾ മുതലാണ് ഇതാരും അറിയുന്നില്ല. സൃഷ്ടി ആരംഭിച്ചത് മുതൽ എന്ന് മനസ്സിലാക്കുന്നു. രാവണനെ കത്തിക്കുന്നതും മറ്റും പരമ്പരയായി തുടർന്നു വരുന്നു. ഇപ്പോൾ സത്യയുഗത്തിലാണെങ്കിൽ രാവണൻ ഉണ്ടായിരിക്കുന്നില്ല. അവിടെ ആരും തന്നെ ദുഃഖിതരാകുന്നില്ല. അതിനാൽ ഗോഡിനെയും ഓർമ്മിക്കുന്നില്ല. ഇവിടെ എല്ലാവരും ഗോഡിനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഗോഡ് തന്നെയാണ് വിശ്വത്തിൽ ശാന്തി ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ പറയുന്നു, വന്ന് ദയ കാണിക്കൂ, നമ്മെ ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യൂ. കുട്ടികൾ തന്നെയാണ് ബാബയെ വിളിക്കുന്നത്. കാരണം കുട്ടികൾ തന്നെയാണ് സുഖം അനുഭവിച്ചത്. ബാബ പറയുന്നു, നിങ്ങളെ പവിത്രമാക്കി കൂടെ കൊണ്ടുപോകും. ആര് പവിത്രമാകില്ലയോ അവർ ശിക്ഷ അനുഭവിക്കും. ഇതിൽ മനസ്സ വാച കർമ്മണ പവിത്രമായിരിക്കണം. മനസ്സും വളരെ നല്ലതായിരിക്കണം. ഇത്രയും പ്രയത്നം ചെയ്യണം. അന്തിമത്തിൽ മനസ്സിൽ ഏതെങ്കിലും വ്യർത്ഥ സങ്കല്പം വരരുത്. ഒരു ബാബയുടേതല്ലാതെ ആരുടെയും ഓർമ്മ വരരുത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കർമാതീത അവസ്ഥ ഉണ്ടാകുന്നത് വരെയും മനസ്സിൽ വരും. ഹനുമാനെ പോലെ ഇളകാത്തവരാകൂ. അതിൽ തന്നെ വലിയ പ്രയത്നം ആവശ്യമാണ്. ആരാണോ ആജ്ഞാകാരിയും വിശ്വസ്തരും സൽപുത്രരുമായ കുട്ടികൾ, അവരിലാണ് ബാബയുടെ സ്നേഹവും കൂടുതലായി ഉണ്ടായിരിക്കുന്നത്. 5 വികാരങ്ങളെ ജയിക്കാതെ
ഇത്രയും പ്രിയപ്പെട്ടവരായി തോന്നുക സാധ്യമല്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ കൽപ്പകൽപ്പങ്ങളിൽ ബാബയിൽ നിന്നും ഈ സമ്പത്ത് നേടുന്നു. അപ്പോൾ എത്ര സന്തോഷത്തിൻ്റെ രസം കയറേണ്ടതാണ്. സ്ഥാപനയാകട്ടെ തീർച്ചയായും ഉണ്ടാകണം എന്നതും അറിയുന്നു. ഈ പഴയ ലോകം തീർച്ചയായും ശ്മശാനമാകണം. നമ്മൾ ദേവസ്ഥാനത്തിലേക്ക് പോകുന്നതിനായി കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാകട്ടെ ശ്മശാനമാണല്ലോ. പഴയ ലോകത്തിൻ്റെയും പുതിയ ലോകത്തിൻ്റെയും അറിവ് ഏണിപ്പടിയിലുണ്ട്. ഈ ഏണിപ്പടി എത്ര നല്ലതാണ്, അതും മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ സാഗരത്തിൻ്റെ തീരത്തിരിക്കുന്നവർ പോലും പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ജ്ഞാനധനം തീർച്ചയായും ദാനം ചെയ്യേണ്ടതുണ്ട്. ധനം നൽകിയതുകൊണ്ട് ധനം കുറഞ്ഞു പോകുന്നില്ല. ദാനിയെന്നും മഹാദാനിയെന്നും പറയുന്നുവല്ലോ. ആരാണോ ഹോസ്പിറ്റലും ധർമ്മശാലയും മറ്റും നിർമ്മിക്കുന്നത് അവരെ മഹാദാനി എന്ന് പറയുന്നു. അതിനുള്ള ഫലം പിന്നെ അടുത്ത ജന്മത്തിൽ അല്പകാലത്തേക്ക് ലഭിക്കുന്നു. ആരെങ്കിലും ധർമ്മശാല ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത ജന്മത്തിൽ കെട്ടിടത്തിൻ്റെ സുഖം ലഭിക്കും. ചിലർ വളരെ വളരെ ധനം ദാനം ചെയ്യുന്നു. അപ്പോൾ രാജാവിൻ്റെ വീട്ടിലോ ധനികന്റെ വീട്ടിലോ ജനിക്കുന്നു. അത് ദാനത്തിലൂടെയാണ് ആകുന്നത്. നിങ്ങൾ പഠനത്തിലൂടെ രാജപദം നേടുന്നു. പഠനവുമുണ്ട്, ദാനവുമുണ്ട്. ഇതാണ് ഡയറക്റ്റ്. ഭക്തി മാർഗത്തിൽ ഇൻഡയറക്റ്റ് ആണ്. ശിവ് ബാബ നിങ്ങളെ പഠനത്തിലൂടെ ഇങ്ങനെയാക്കി മാറ്റുന്നു. ശിവ് ബാബയുടെ അടുക്കൽ അവിനാശി ജ്ഞാനരത്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഓരോരോ രത്നവും ലക്ഷക്കണക്കിന് രൂപയുടേതാണ്. ഭക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെടുന്നില്ല. ജ്ഞാനം എന്ന് ഇതിനെയാണ് പറയുന്നത്. ശാസ്ത്രങ്ങളിൽ ഭക്തിയുടെ ജ്ഞാനമാണ്. ഭക്തി എങ്ങനെ ചെയ്യാം എന്നതിന് വേണ്ടിയുള്ള ശിക്ഷണമാണ് ലഭിക്കുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ തലയ്ക്ക് പിടിക്കുന്ന ലഹരിയുണ്ട്. നിങ്ങൾക്ക് ഭക്തിക്ക് ശേഷം ജ്ഞാനം ലഭിക്കുന്നു. ജ്ഞാനത്തിലൂടെ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദത്തിൻ്റെ തലയ്ക്ക് പിടിക്കുന്ന ലഹരി കയറുന്നു. ആര് ജാസ്തി സർവീസ് ചെയ്യുമോ അവർക്ക് ലഹരി കയറും. എക്സിബിഷനിലും അഥവാ മ്യൂസിയത്തിലും നന്നായി പ്രഭാഷണം നടത്തുന്നവരെ വിളിക്കുന്നുവല്ലോ. അവിടെയും തീർച്ചയായും നമ്പർ വാറായിരിക്കും. മഹാരഥിയും കുതിരസവാരിയും കാലാൾപ്പടയും ഉണ്ടായിരിക്കുന്നു. ദിൽവാഡ ക്ഷേത്രത്തിലും സ്മാരകം ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾ പറയും, ഇതാണ് ചൈതന്യ ദിൽവാല. അത് ജഡമാണ്. നിങ്ങൾ ഗുപ്തമാണ്, അതിനാൽ നിങ്ങളെ അറിയുന്നില്ല. നിങ്ങൾ രാജഋഷിയാണ്, അവർ ഹഠയോഗ ഋഷിയാണ്. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനേശ്വരിയാണ്. ജ്ഞാനസാഗരം നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. നിങ്ങൾ അവിനാശി സർജന്റെ കുട്ടികളാണ്. സർജൻ തന്നെയാണ് നാഡി നോക്കുക. ആരാണോ സ്വന്തം നാഡി തന്നെ അറിയാത്തത് അവർ പിന്നെ മറ്റുള്ളവരെ എങ്ങനെ അറിയുവാനാണ്? നിങ്ങൾ അവിനാശി സർജന്റെ കുട്ടികളാണല്ലോ. ജ്ഞാനാഞ്ജനം സദ്ഗുരു നൽകി. ഈ ജ്ഞാനം ഇഞ്ചക്ഷൻ ആണല്ലോ. ആത്മാവിന് ഇഞ്ചക്ഷൻ വയ്ക്കുന്നുവല്ലോ. ഈ മഹിമയും ഇപ്പോഴത്തേതാണ്. സദ്ഗുരുവിൻ്റെ തന്നെ മഹിമയാണ്. ഗുരുക്കന്മാർക്കും ജ്ഞാന ഇഞ്ചക്ഷൻ സദ്ഗുരു തന്നെ നൽകും. നിങ്ങൾ അവിനാശി സർജന്റെ കുട്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ തൊഴിൽ തന്നെ ജ്ഞാന ഇഞ്ചക്ഷൻ വയ്ക്കുക എന്നതാണ്. ഡോക്ടർമാരിലും ചിലർ മാസത്തിൽ 1,00,000 സമ്പാദിക്കും. ചിലർ 500 പോലും സമ്പാദിക്കുന്നത് പ്രയാസമാണ്. നമ്പർ വാറായാണല്ലോ ഓരോരുത്തരുടെയും അടുക്കൽ പോകുന്നത്. ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും തൂക്കിലേറ്റാനുള്ള ജഡ്ജ്മെന്റ് ലഭിക്കുന്നു. പിന്നെ പ്രസിഡന്റിൻ്റെ അടുക്കൽ അപ്പീൽ നടത്തുന്നു. അപ്പോൾ പ്രസിഡന്റ് മാപ്പും നൽകുന്നു. കുട്ടികളായി നിങ്ങൾക്ക് ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്.
ഉദാര ചിത്തരാകണം. ഈ ഭാഗീരഥനിൽ ബാബ പ്രവേശിച്ചപ്പോൾ ഇദ്ദേഹത്തെ ബാബ ഉദാര ചിത്തനാക്കിയല്ലോ. സ്വയം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. ആ ഒന്ന് ഇദ്ദേഹത്തിൽ വന്ന് അധികാരിയായി ഇരുന്നു. ശരി, ഇതെല്ലാം ഭാരതത്തിൻ്റെ മംഗളത്തിനു വേണ്ടി വിനിയോഗിക്കണം. നിങ്ങൾ ധനം വിനിയോഗിക്കൂ, ഭാരതത്തിൻ്റെ തന്നെ മംഗളത്തിനു വേണ്ടി. ചിലവിനുള്ളത് എവിടെ നിന്നും കൊണ്ടുവരുന്നു എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയൂ, നമ്മൾ നമ്മുടെ തന്നെ ശരീരവും മനസ്സും ധനവും കൊണ്ട് സേവനം ചെയ്യുന്നു. നമ്മൾ രാജ്യം ഭരിക്കും, അപ്പോൾ ധനവും നമ്മൾ വിനിയോഗിക്കും. നമ്മൾ സ്വന്തമായി തന്നെ ചിലവ് ചെയ്യുന്നു. ബ്രാഹ്മണരായ നമ്മൾ ശ്രീമത്തിലൂടെ രാജ്യം സ്ഥാപിക്കുന്നു. ആര് ബ്രാഹ്മണരാകുമോ അവർ തന്നെ ചിലവ് ചെയ്യും. ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി പിന്നെ ദേവതയാകേണ്ടതുണ്ട്. ബാബ പറയുന്നു, എല്ലാ ചിത്രങ്ങളും ഇങ്ങനെ ട്രാൻസ്ലൈറ്റിൻ്റേത് ഉണ്ടാക്കൂ. അതിലൂടെ മനുഷ്യർക്ക് ആകർഷണം ഉണ്ടാകട്ടെ. ആർക്കെങ്കിലും പെട്ടെന്ന് തന്നെ അമ്പേൽക്കട്ടെ. ചിലർ ജാലവിദ്യമാണ് എന്ന ഭയത്താൽ വരികയില്ല. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുക, ഇത് ജാലവിദ്യയാണല്ലോ. ഭഗവാൻ വാച്ച, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ഹഠയോഗിക്ക് ഒരിക്കലും രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യരായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ഈ മുഴുവൻ വിശ്വവും പരിധിയില്ലാത്ത ലങ്കയാണ്. മുഴുവൻ വിശ്വത്തിലും രാവണന്റെ രാജ്യമാണ്. അല്ലാതെ സത്യയുഗത്തിലും ത്രേതായിലും ഈ രാവണനും മറ്റും എങ്ങനെ ഉണ്ടാകും? ബാബു പറയുന്നു, ഇപ്പോൾ ഞാൻ എന്ത് കേൾപ്പിക്കുന്നുവോ അത് കേൾക്കൂ. ഈ കണ്ണുകൾ കൊണ്ട് യാതൊന്നും നോക്കാതിരിക്കൂ. ഈ പഴയ ലോകം തന്നെ വിനാശമാകേണ്ടതുണ്ട്. അതിനാൽ നമ്മൾ നമ്മുടെ ശാന്തിധാമത്തെയും സുഖധാമത്തെയും തന്നെയാണ് ഓർമ്മിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പൂജാരിയിൽ നിന്നും പൂജ്യരായിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം നമ്പർ 1 പൂജാരിയായിരുന്നു. നാരായണന്റെ വളരെയധികം പൂജ ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും പൂജ്യനായ നാരായണൻ ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും പുരുഷാർത്ഥം ചെയ്ത് ആകുവാൻ സാധിക്കും. രാജധാനി തുടരുന്നുവല്ലോ. ഏതുപോലെ കിങ് എഡ്വേർഡ് ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് തുടരുന്നത് പോലെ. ബാബ പറയുന്നു, നിങ്ങൾ സർവവ്യാപി എന്ന് പറഞ്ഞ് എന്നെ തിരസ്കരിച്ചു കൊണ്ടിരുന്നു. എന്നിട്ടും ഞാൻ നിങ്ങളുടെ ഉപകാരം ചെയ്യുന്നു. ഈ കളി തന്നെ ഇങ്ങനെ വണ്ടർഫുള്ളായി തയ്യാറാക്കപ്പെട്ടതാണ്. പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ കൽപ്പത്തിലും ആര് പുരുഷാർത്ഥം ചെയ്തുവോ അവർ തന്നെ ഡ്രാമ അനുസരിച്ച് ചെയ്യും. ഏത് കുട്ടികൾക്ക് സർവീസിൻ്റെ താല്പര്യമുണ്ടായിരിക്കുന്നുവോ അവർക്ക് രാവും പകലും ഇതേ ചിന്തനം ഉണ്ടായിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ബാബയിൽ നിന്നും വഴി ലഭിച്ചു. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് സേവനമല്ലാതെ മറ്റൊന്നും നല്ലതായി തോന്നുകയില്ല. ലൗകിക അന്തരീക്ഷം നല്ലതായി തോന്നുകയില്ല. സർവീസ് ചെയ്യുന്നവർക്കാണെങ്കിൽ സർവീസ് കൂടാതെ വിശ്രമമില്ല. ടീച്ചറിന് പഠിപ്പിക്കുന്നതിൽ രസം തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ വളരെ ഉയർന്ന ടീച്ചറായിരിക്കുന്നു. നിങ്ങളുടെ തൊഴിൽ തന്നെ ഇതാണ്. എത്രത്തോളം നല്ല ടീച്ചറായി വളരെ പേരെ തനിക്ക് സമാനം ആക്കി മാറ്റുമോ അത്രയും തന്നെ അവർക്ക് പ്രതിഫലം ലഭിക്കുന്നു. അവർക്ക് പഠിപ്പിക്കാതെ സ്വസ്ഥത തോന്നുകയില്ല. എക്സിബിഷനിലും മറ്റും രാത്രി 12 മണിയായാലും സന്തോഷമുണ്ടാകുന്നു. ക്ഷീണം ഉണ്ടാകുന്നു, തൊണ്ട കേടാകുന്നു, എന്നിട്ടും സന്തോഷത്തിലിരിക്കുന്നു. ഈശ്വരീയ സർവീസ് ആണല്ലോ ഇത്. വളരെ ഉയർന്ന സർവീസാണ്. അവർക്ക് പിന്നെ യാതൊന്നും മധുരമായി തോന്നില്ല. പറയും, നമ്മൾ ഈ കെട്ടിടവും മറ്റും വാങ്ങിയിട്ട് എന്ത് ചെയ്യുവാനാണ്? നമുക്കാകട്ടെ പഠിപ്പിക്കേണ്ടതുണ്ട്, ഈ സർവീസ് ചെയ്യേണ്ടതുണ്ട്. സ്വത്തിലും മറ്റും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ പറയും,
കാത് മുറിയുന്ന ഈ സ്വർണം കൊണ്ട് തന്നെ എന്ത് പ്രയോജനം? സർവീസിലൂടെ തോണി അക്കരെ എത്തേണ്ടതുണ്ട്. ബാബ പറയുന്നു, കെട്ടിടവും അവരുടെ പേരിൽ തന്നെ ആയിരിക്കട്ടെ. ബി കേസിനാണെങ്കിൽ സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സർവീസിൽ പുറമേയുള്ള യാതൊരു ബന്ധനവും നല്ലതായി തോന്നുകയില്ല. ചിലർക്കാണെങ്കിൽ മോഹത്തിൻ്റെ ചരടുണ്ടാകുന്നു. ചിലരുടെ മോഹത്തിൻ്റെ ചരട് മുറിഞ്ഞതായിരിക്കുന്നു. ബാബ പറയുന്നു, മന്മനാഭവ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. വളരെയധികം സഹായം ലഭിക്കുന്നു. ഈ സർവീസിൽ മുഴുകേണ്ടതാണ്. ഇതിൽ വളരെയധികം പ്രാപ്തിയുണ്ട്. കെട്ടിടത്തിൻ്റെയും മറ്റും കാര്യമില്ല. കെട്ടിടം തരികയും ബന്ധനമിടുകയുമാണെങ്കിൽ അങ്ങനെയുള്ളത് സ്വീകരിക്കുകയില്ല. ആർക്കാണോ സർവീസ് അറിയാത്തത് അവരെ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ടീച്ചർ തനിക്ക് സമാനമാക്കും. ആകുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് എന്ത് പ്രയോജനം? ഹാൻഡ്സിൻ്റെ വളരെയധികം ആവശ്യമുണ്ടായിരിക്കുന്നല്ലോ. ഇതിലും കന്യകമാരുടെ മാതാക്കളുടെ കൂടുതൽ ആവശ്യമുണ്ടായിരിക്കുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നു, ബാബ ടീച്ചറാണ്, കുട്ടികളും ടീച്ചറാകേണ്ടതാണ്. ടീച്ചറിന് മറ്റൊരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വരരുത്. എല്ലാ കാര്യവും ചെയ്യേണ്ടതാണ്. ശരി, മധുരമധുരമായ സീഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: രാവും പകലും സർവീസിൻ്റെ ചിന്തനത്തിലിരിക്കണം. മോഹത്തിൻ്റെ എല്ലാ ചരടുകളും മുറിക്കണം. സർവീസ് ഇല്ലാതെ വിശ്രമമില്ല. സർവീസ് ചെയ്ത് തനിക്ക് സമാനമാക്കി മാറ്റണം. ബാബയ്ക്ക് സമാനം ഉദാരചിത്തരാകണം. സർവരുടെയും നാടി നോക്കി സേവനം ചെയ്യണം. തൻ്റെ ശരീരം, മനസ്സ്, ധനം ഭാരതത്തിൻ്റെ മംഗളത്തിനു വേണ്ടി വിനിയോഗിക്കണം. അചഞ്ചലവും ആടാത്തവരും ആകുന്നതിനായി ആജ്ഞാകാരിയും വിശ്വസ്തരുമാകണം. വരദാനം: അന്തർമുഖതയുടെ ഗുഹയിലിരിക്കുന്ന ദേഹത്തിൽ നിന്നും വേറിട്ട ദേഹിയായി ഭവിക്കട്ടെ. പാണ്ഡവരെ ഗുഹകളിൽ കാണിക്കുന്നു. അത് ഈ അന്തർമുഖതയുടെ ഗുഹകളാണ്. എത്രത്തോളം ദേഹത്തിൽ നിന്നും വേറിട്ട് ദേഹീ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഗുഹയിൽ ഇരിക്കുന്നുവോ അത്രയും ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും ഉപരിയാകുന്നു. അന്തരീക്ഷത്തിൻ്റെ പ്രഭാവത്തിൽ വരുന്നില്ല. ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്നതിലൂടെ പുറത്തുള്ള അന്തരീക്ഷത്തിനും ഉപരിയാകുന്നു. അതേപോലെ ഈ അന്തർമുഖതയുടെ ഗുഹയും എല്ലാത്തിൽ നിന്നും വേറിട്ടവരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരുമാക്കി മാറ്റുന്നു. ആരാണോ ബാബയ്ക്ക് പ്രിയപ്പെട്ടവർ അവർ സ്വതവേ തന്നെ എല്ലാത്തിൽ നിന്നും വേറിട്ടവരാകുന്നു. സ്ലോഗൻ: സാധന ബീജമാണ്, സാധനം അതിൻ്റെ വിസ്താരമാണ്. വിസ്താരത്തിൽ സാധനയെ മറക്കരുത്. ഓം ശാന്തി. മെഡിറ്റേഷൻ. ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ ഇരിക്കവേ ശബ്ദത്തിനുപരി സ്ഥിതിയിൽ ആത്മബോധത്തിൻ്റെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മബോധത്തിൻ്റെ ഈ ശ്രേഷ്ഠമായ സ്ഥിതി സ്വതവേ തന്നെ ശാന്തിയുടെയും ശക്തിയുടെയും സുഖത്തിൻ്റെയും അനുഭവം വരുത്തുന്നു.
സങ്കല്പശക്തിയുടെ ആധാരത്തിൽ ഞാൻ ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ ലോകത്തിലെ നിവാസിയാകുന്നു. സർവത്ര സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ഈ സൈലൻസിൻ്റെ ലോകത്തിൽ ഞാൻ സർവ കർമ്മബന്ധന മുക്തമാണ്. സർവ കർമ്മ സംബന്ധത്തിനും ഉപരിയാണ്. സർവ്വതിൽ നിന്നും വേറിട്ട് ഉപരാമ സ്ഥിതിയിൽ അശരീരി സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഈ ഉയർന്ന സ്ഥിതിയിൽ പരമാത്മാ സംഘത്തിൽ സ്വച്ഛമായ മനസ്സോടെ സ്പഷ്ടമായ ബുദ്ധിയോടെ സ്ഥിതി ചെയ്യുമ്പോൾ ആത്മാവിൽ അന്തർലീനമായിരിക്കുന്ന സർവ അലൗകിക ശക്തികളും വികസിതമാകുന്നു. പരമാത്മാ സ്മൃതിയിൽ ലയിച്ചു ചേരുമ്പോൾ അതിരില്ലാത്ത ആനന്ദ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു.